തിന്മയും തങ്ങളിലുള്ള യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം. അത് കഥയിലൂടെ നമ്മളെ ബോധിപ്പിക്കുകയാണ്, മനുഷ്യ നീ ഇങ്ങനെ ജീവിക്കണം, എപ്പോഴും സത്യവും ധർമ്മവും നീതിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ലക്ഷ്യത്തെ സാധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മഹാഭാരതത്തിലൂടെ നമുക്ക് പിന്നെ വ്യാസൻ എന്ത് പറഞ്ഞിരുന്നു? ഭഗവത്ഗീത. ആ ഭഗവത്ഗീത ഇപ്പോൾ IAS പഠിക്കുന്നില്ലേ, അവർക്ക് അഡ്മിനിസ്ട്രേഷൻ, ആണ്ടമാൻ മൊറാൾ എന്ന് പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഭഗവത്ഗീതയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഭഗവത്ഗീത പഠിക്കുന്ന ഒരു കുട്ടിക്ക് എപ്പോഴും കോൺഫിഡന്റ് ആയി ഏത് അവസ്ഥയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ഇന്ന് ആത്മഹത്യകൾ നടക്കുമ്പോൾ കേരളത്തിലെ ഒരു കണക്ക് പറയുന്നു. കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യയുടെ കണക്കെടുത്താലുണ്ടല്ലോ, 100 ആത്മഹത്യ നടക്കുമ്പോൾ 95 പേരും ഹിന്ദുക്കളാണ്. 4 പേരാരാ? ക്രിസ്ത്യൻ. ഒരാളാരാ? എന്താ കാര്യം? ഈ പ്രായത്തിലുള്ള കുഞ്ഞിനെ 3 വയസ്സ് തൊട്ട് അവരവരുടെ ധർമ്മപാഠങ്ങളും അവരുടെ സിസ്റ്റത്തിലൂടെ അവർ കറക്റ്റായിട്ട് കൊണ്ടുപോകുക. ഇവിടെ എത്ര കഞ്ചാവും മയക്കുമരുന്നും HDM എന്തൊക്കെ പറയുന്നത്, ഇതെല്ലാം ഉപയോഗിക്കുന്നത് ആരാ? കാര്യം എന്താ? നമുക്ക് അവയർനെസ് കൊടുക്കാൻ ആരുമില്ല. നമ്മളെ ആരെ അംഗീകരിക്കാൻ തയ്യാറാണ്. അവർക്ക് അങ്ങനെ, അവർക്കൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ കൂടെ ഇത് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ആരാ? ഇത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഇതിൽ നിന്നെല്ലാം പെട്ട് അവന്റെ ജീവിതവും നശിച്ച് കുടുംബവും നശിച്ച്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള നമ്മുടെ സനാതനമായ ധർമ്മങ്ങൾ എന്താണ്? ഈ മഹാഭാരതം പറയുമ്പോൾ അതില് പറയുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് പഠിച്ചാൽ, ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്ന ആശയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചാൽ ഒരു കാലവും അവർ വഴിതെറ്റത്തില്ല. തെറ്റുമോ? അതേപോലെ ആ മഹാഭാരതത്തിൽ തന്നെയാണ് എന്ത് പറഞ്ഞതെന്ന് നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാറില്ലേ? എവിടെ? അത് മഹാഭാരതത്തിലാണ്. മഹാഭാരതത്തിലെ ആ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ, ആ ഭീഷ്മ പിതാമഹൻ അങ്ങനെ ഉത്തരായണം കാത്തു കിടക്കുക തന്നെ. ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പഞ്ചപാണ്ഡവന്മാരുമായിട്ട് അവിടെ എത്തിച്ചേരുമ്പോൾ ധർമ്മപുത്രന് ഭയങ്കര സങ്കടം. ഇത്രയും ആളുകളെല്ലാം മരിക്കാൻ കാരണക്കാരൻ ആരാ? ഞാനാണ്. എന്റെ ഈ രാജ്യം വേണമെന്നുള്ള എന്റെ അത്യാഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിൽ ആ ഒരു ചിന്തയിരിക്കുന്ന യുധിഷ്ഠിരൻ എപ്പോഴും പറയുന്നു, ഞാൻ കാരണമായതൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ യുധിഷ്ഠിരനെ കണ്ട് ഇളയതാ. എപ്പോഴും ഇളയവര് പറയുമ്പോൾ അത്ര ഇത് ഭഗവാനാണെന്ന് അവരത്ര അങ്ങ് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ പറയും, ജ്യേഷ്ഠ അങ്ങ് എന്റെ കൂടെ വരും. അങ്ങനെ ഇവരുടെ എല്ലാം ഭീഷ്മ പിതാമഹനാണ്. ആര്? ഭീഷ്മൻ അല്ലെ? ആ കഥയിലൊക്കെ നോക്കിപ്പോ ആ ഭീഷ്മ പിതാമഹന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഭീഷ്മ പിതാമഹൻ ഈ ധർമ്മപുത്രർക്ക് ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ അവസാനത്തിലാണ് ഭീഷ്മര് പറയുന്നു, ഭഗവാനെ എനിക്ക് അങ്ങയുടെ വിശ്വരൂപം കാണണം. അങ്ങനെ ആ 4 കൈയും ആ വിശ്വരൂപം കാണിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഭഗവാനെ ശരശയ്യയിൽ കിടക്കുക, കയ്യനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ. അങ്ങനെ ആ മന്ത്രോച്ചാരണത്തിലൂടെ ആ ഭഗവാനെ തുതിക്കുന്ന മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമം അല്ലെ? എല്ലാറില്ലേ? ആ വിഷ്ണു അതവിടെ നിൽക്കും. ആ വിഷ്ണു സഹസ്രനാമത്തിലും നമ്മുടെ ഈ പുരാണങ്ങളൊക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. രാമായണം വായിക്കുമ്പോൾ എന്താണ്? ഉമാ മഹേശ്വര സംവാദേ ഇങ്ങനല്ലേ പറയുന്നത്. ഏത് പുരാണമാണേലും പാർവതീ ദേവിക്ക് പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് വ്യാസഭഗവാൻ നമുക്ക് എഴുതി തന്നത് അല്ലെ? അപ്പൊ അതിലെന്താ പറയുന്നത്? ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ അവസാനം ഇത് ചൊല്ലിക്കഴിഞ്ഞു. അവിടെ പാർവതീ ദേവി പരമേശ്വരനോട് ചോദിക്കുന്നുണ്ട്, ഭഗവാനെ ഈ കലി ബാധിച്ച ഈ ഭൂമിയിൽ ഇരിക്കുന്ന ആർക്കും സമയമില്ലല്ലോ. നമ്മള് ക്ഷേത്രത്തിൽ വന്നാൽ തന്നെ എങ്ങനെ ഒരു സെല്യൂട്ട് ചെയ്തിട്ടോട് നമുക്ക് സമയമില്ല, ഉടനെ സമയം നോക്കണ്ടല്ലോ മോള്. അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലണമെങ്കിൽ ആരൊക്കെ ചൊല്ലും? മോളെ ചൊല്ലും, മോളെ പഠിപ്പിക്കണം, ഇവരെയൊക്കെ പഠിപ്പിക്കണം, ഇവിടെ ഇരുത്തി പഠിപ്പിക്കണം. വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം ഒക്കെ ചൊല്ലിക്കഴിഞ്ഞാണല്ലോ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നതെല്ലാം ഇവിടെ ഇങ്ങനെ. ഞാനെന്ത് ഇവിടെ നിന്ന് പറയുന്നത്, ഞങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഓർമ്മ നിൽക്കും. 1000 മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്
അതിന്റെ ആ മന്ത്രത്തിന്റെ ആ ശക്തിയിൽ നമ്മുടെ ഈ പറയൂല്ലോ മൂലാധാരം, സാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, ആജ്ഞാചക്രം, ഈ ആജ്ഞാചക്രത്തില് ആ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ ആ പഠിക്കാനുള്ള ബുദ്ധിയൊക്കെ ഇവിടെ അങ്ങ് തെളിഞ്ഞു വരും. അതുകൊണ്ടാണ് പറയുന്നത് വിഷ്ണു സഹസ്രനാമം ചൊല്ലണം, ലളിതാ സഹസ്രനാമം ചൊല്ലണം, 1000 മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എവിടെ നമ്മൾ പറഞ്ഞത്? ഉമാമഹേശ്വര സ്വാമി. ഇവിടെ പാർവതീദേവി പരമശിവനോട് ചോദിക്കുക, ഭഗവാനെ ഈ കലിയുഗത്തില് ഈ സാധാരണ ഞങ്ങൾക്ക് ഭാഗവതത്തിനൊക്കെ പോകുമ്പോൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലും ഇല്ലേ, സമയം കിട്ടുമ്പോൾ. അപ്പോൾ സാധാരണ ചൊല്ലുന്ന ഒരാൾക്ക് അരമണിക്കൂർ കൂടി, ഒത്തിരി ട്യൂണിലൊന്നും പോകാതെ ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം കേട്ടിട്ടില്ലേ, മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മി, ഇങ്ങനെ ഈ ട്യൂണിൽ അങ്ങോട്ട് പോയാൽ ഒരു അരമണിക്കൂർ. പക്ഷേ ഇച്ചിരി നോക്കി തപ്പി നടഞ്ഞൊക്കെ ചെല്ലാൻ പോയാൽ 3/4 മണിക്കൂർ അല്ലേ. അപ്പൊ നമുക്ക് ദേഷ്യം അല്ലേ. അങ്ങനെ അപ്പോഴും ഇവര് അന്നേ കണക്ക് കൂട്ടിയാരാ, ആ ത്രേതായുഗത്തിലോ ദ്വാപരയുഗത്തിലോ അപ്പോഴേ ഇവര് കണക്ക് കൂട്ടി കലികാലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് പാർവതീദേവി പരമശിവനോട് ചോദിക്കുക, ഭഗവാനെ ഈ അരമണിക്കൂർ കലിയുഗത്തിലൊന്നും അത്രയൊന്നും സമയം കിട്ടത്തില്ല. അപ്പൊ അതിന് ഒരു എല്ലാത്തിനും ഒരു പോംവഴി വേണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് പരമശിവൻ പറഞ്ഞു കൊടുത്തത്, ദേവി അതിനും ഒരു മന്ത്രം എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചെല്ലത്തില്ലേ, ഓം ശ്രീരാമ രാമ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം ശ്രീരാമനാമ. മനസ്സിലായോ? അതായത് രാമ എന്നുള്ള മന്ത്രം 3 പ്രാവശ്യം ചൊല്ലിയാൽ 1000 വിഷ്ണു മന്ത്രത്തിന് സമമാണ്. പാർവതീദേവിയുടെ സംശയം തീർന്നില്ല. അതങ്ങനെ പറ്റും? നമ്മൾ വിഷ്ണു അല്ലേ വരുന്നത് ഇതല്ലേ, ഇതെല്ലാം ഒന്നാണ്. ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഇന്തവത എല്ലാം ഒരേ ഒരു ബ്രഹ്മമാണ്. ആ വിഷ്ണു ഭഗവാന്റെ അവതാരം തന്നെയാണ് ആരൊക്കെ? രാമനും കൃഷ്ണനും ദശാവതാരത്തില് നമ്മൾ പറയും മത്സ്യപൂർവ വരാഹച്ച നരസിംഹച്ച വാമന, ബാക്കി അറിയോ, പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആരാണ്? വരാഹമായി വന്നതും മഹാവിഷ്ണു തന്നെയാണ് അല്ലേ. പൂർണ്ണമായി വന്നതും മന്ദിരത്തെ ഉയർത്തുവാൻ പൂർണ്ണമായി വന്നു അല്ലേ. ഇതെല്ലാം ആ ഭഗവാൻ തന്നെ. അപ്പം ഇവിടെ പറയുമ്പോഴത്തേക്കും പാർവതീദേവിക്ക് പിന്നീട് അതിങ്ങനെ പറ്റും. ആ വിഷ്ണു ഭഗവാന്റെ 1000 മന്ത്രത്തിന് തുല്യമാവാം 3 രാമമന്ത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? അതാണ് നമ്മളെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവിടെ പറഞ്ഞു കൊടുക്കുന്നു, ഈ നമ്മളെങ്ങനെ പറയുന്നത്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു സംഹരിക്കുന്നതാരോ, അത് ഭഗവാൻ. പക്ഷേ ഈ ഭഗവാൻ എന്ന് പറയുന്നത് സത്യത്തിൽ ത്രിമൂർത്തി എന്ന് പറയുന്നത് ഒന്നാണ്. അതാണ് നാരായണ പറയുന്നത് ഒന്നായ ഇതിന്റെ, അതായത് ദ്വൈതം അദ്വൈതം ഒന്നേ ഉള്ളൂ. പക്ഷേ അതിനെ ബോധിപ്പിക്കും. അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എത്ര സ്വഭാവമുണ്ട്? ഒരാൾക്ക് എത്ര സ്വഭാവമുണ്ട്? 3 ഭാവം. ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് മോള് ഇങ്ങനെ ചിരിച്ച് സുന്ദരിയായിട്ടിരിക്കുന്നു. അമ്മയോട് എന്തെങ്കിലും ദേഷ്യം വന്ന് ചോദിച്ചു കഴിയുമ്പോൾ എന്ത് വരും? ദേഷ്യം വരും ഇല്ലേ, വരുന്നില്ലേ? പിന്നെ നമ്മൾ എന്തെങ്കിലും പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് വരും? ആ കർമ്മത്തോടുള്ള വാസന ഇല്ലേ. അങ്ങനെ നമ്മളിൽ എത്ര സ്വഭാവമുണ്ട്? 3. ഞാൻ എത്ര സ്വഭാവം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ കാണിക്കേണ്ട പറയുന്നത്. എത്ര സ്വഭാവമുണ്ട്? 3. അപ്പൊ ഇത് നോക്കി പറയണം 3 ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ സ്വഭാവം? സാത്വികം, രാജസം, താമസം. എത്ര സ്വഭാവമുള്ള? 3. സാത്വിക ഭാവം എങ്ങനെ? നമ്മൾ അപ്പൊ ബ്രഹ്മ വിഷ്ണു മഹേശ്വരനെ പോയി ചെല്ലാം. അവിടെ എന്താ പറയുന്നത്? കസേര ഇരുന്നു കേട്ടോ. ഞാൻ മേലെ ഇരിക്കുന്നില്ല എന്താ പറഞ്ഞത്? ഇതാണ് അതിന്റെ ഒരു സുഖം അല്ലേ. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ, ബ്രഹ്മാവ് വിഷ്ണു എന്ന് പറയുന്നത് സാത്വിക ഭാവം. എപ്പോൾ സാത്വിക ഭാവത്തിലാവുമ്പോൾ ആരാണ്? വിഷ്ണുവായി. അപ്പൊ സാത്വിക ഭാവത്തിലുള്ള വിഷ്ണുവിന്റെ കർമ്മം എന്താ? പരിപാലിക്കുക. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെ പരിപാലിക്കുക എന്നുള്ളത് ആരുടെ കർമ്മം? വിഷ്ണു ഭഗവാൻ. അതേ വിഷ്ണു ഭഗവാൻ സൃഷ്ടികർമ്മത്തിലോട്ട് വരുമ്പോൾ ആരായി മാറി? രജോ ഗുണം ഇല്ലേ. രജോ ഗുണം വന്നപ്പോൾ വിഷ്ണു ഭഗവാൻ ആരായി? ബ്രഹ്മദേവൻ ഇല്ലേ. ആ ബ്രഹ്മദേവൻ സംഹാരത്തിലോട്ട് വന്നപ്പോൾ രുദ്രനായി ഇല്ലേ. ഇതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വർ എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ആ സിസ്റ്റം.
അങ്ങനെ ഈ ബ്രഹ്മാവിനും ശിവനും വിഷ്ണുവിനും പൂജയും നമ്മുടെ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു. പക്ഷെ ബ്രഹ്മാവിനെ ആരാധിക്കുന്നത് എന്താ കാര്യം? അതിനും കഥയും ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. അതായത് ഈ ശിവലിംഗം ഉണ്ടല്ലോ, ശിവലിംഗം, ഈ ശിവലിംഗത്തിന്റെ ഉൽപ്പത്തി എവിടെയാണ്, അവസാനം എവിടെയാണ്? പക്ഷെ ഇത് അനന്തമാണ്. ഇതിന് തുടക്കവും ഇല്ല ഒടുക്കവും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോ ഇവര് തമ്മിലൊരു കോമ്പറ്റീഷൻ. അപ്പൊ ചോദിച്ചു, ശിവൻ എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? വിഷ്ണു പോയി, ഞാൻ കണ്ടിട്ട്. ആ ശരി, അവസാനിക്കുന്നത് എവിടെ? ഞാൻ പോയി കണ്ടുപിടിക്കാം. ആര് പോയി? ബ്രഹ്മാവ്. അങ്ങനെ ബ്രഹ്മാവ് മേലോട്ട് 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 എത്രയോ ദൂരം ചെന്നു. പോയിട്ടും തീരുന്നില്ല. അതിൽ അങ്ങനെ ഇരിക്കുമ്പോ മേളിൽ നിന്നൊരു പൂവ് താഴോട്ട്. ഏത് പൂവാത്? കൈതപ്പൂ. അപ്പൊ ഈ കൈതപ്പൂ ഇങ്ങനെ താന്ന് ബ്രഹ്മാവിന്റെ അടുത്ത് ഇങ്ങനെ മുട്ടുമ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു, കൈതപ്പൂ നീ എവിടുന്നാണ്? ഇത് കഥയായിട്ട് പറയാം, ഇത് നമുക്ക് ബോധിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ കൈതപ്പൂ പറയുക, ഞാൻ ശിവലിംഗത്തിന്റെ അഗ്രത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ബ്രഹ്മാവ് അവർ ഷോട്ട്. ബ്രഹ്മാവ് പറഞ്ഞു, കൈതപ്പൂ നീ എനിക്ക് ഉപകാരം ചെയ്യും. ഞാനിങ്ങനെ പറഞ്ഞ് മത്സരം ചെയ്താണ് വന്നിരിക്കുന്നത്. നീ അവിടെ ചെല്ലുമ്പോൾ പറയണം, ഞാനങ്ങ് അഗ്രത്തിൽ വന്ന് നിന്നെ കണ്ടു, അതുകൊണ്ട് നീ എന്റെ കൂടെ പോകുന്നു. അപ്പൊ എല്ലാത്തിനും നമുക്ക് സാക്ഷി വേണം. സാക്ഷിയം കൊണ്ട് ആരും വന്ന് വിഷ്ണു താഴോട്ട് പോയിട്ടും കാണാതെ വിഷ്ണു തിരികെ വരികയും ചെയ്തു. വിഷ്ണു പറഞ്ഞു, എനിക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ അവിടെ അങ്ങനെയാണ് ഈ ബ്രഹ്മാവിന്റെ ഒരു തലയെ നുള്ളി എന്ന് പറയുന്നത്. 5 തലയിൽ ഒരു തലയെ നുള്ളി കൊടുത്തു. അങ്ങനെ ഈ ബ്രഹ്മാവിന് പൂജയും ഇല്ല, കൈതപ്പൂവിനെ പൂജയ്ക്കുറിച്ച് എടുക്കത്തില്ല. പിന്നെ എത്ര പേരായി? അപ്പൊ ഇതെല്ലാം നമ്മുടെ സനാതന ധർമ്മങ്ങളിലുള്ള മതങ്ങളാണ്. മതങ്ങളെന്ന് പറഞ്ഞാൽ എന്തോ? വിശ്വാസങ്ങൾ. അപ്പം ഈ ഒരാളുടെ വിശ്വാസമല്ല അടുത്തയാളുടെ വിശ്വാസം, അല്ലെ? അങ്ങനെ പല പല വിശ്വാസങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇവിടെ നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ 2 മതങ്ങൾ. ഏതൊക്കെയാ സനാതനത്തില്? ഒന്ന് ശൈവനും ഒന്ന് വൈഷ്ണവും. വിഷ്ണുവിനെ പൂജ. അപ്പൊ ഇവര് തങ്ങളിലൊന്നും വഴക്കാം. മനസ്സിലാകും? ഈ ശൈവൻ പറയുന്നത് ഞങ്ങളാവരുത്, ഞങ്ങളുടെ ശിവനാവരുത്. പക്ഷെ ഇതെല്ലാം ഒന്നാണെന്നുള്ള ബോധം ആർക്ക് വേണം? നമുക്ക് വേണം. നമ്മളെ ഓരോ കാര്യങ്ങൾ ബോധിപ്പിക്കാനാണ് 1, 2, 3. നമുക്ക് എത്ര ദൈവങ്ങളുണ്ടെന്നാ പറയുന്നത് സനാതന ധർമ്മത്തിൽ? എത്ര ദൈവങ്ങളുണ്ട് അറിയത്തില്ല. എത്ര ദൈവങ്ങളുണ്ടെന്ന് പറയുന്നത് നമുക്ക്? നമ്മൾ പറയുന്നത് 30 കോടി. സത്യത്തിൽ അതിലും തെറ്റുണ്ട്. നമുക്കൊന്നും വിമർശിക്കാൻ പറ്റത്തില്ല. നമ്മൾ അറിഞ്ഞ അറിവ് വെച്ചേ പറയാൻ പറ്റും. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഈ ഗ്രന്ഥശാലകളെല്ലാം, നമ്മുടെ ഇതെല്ലാം ഗ്രന്ഥങ്ങളെല്ലാം നശിപ്പിച്ച് വൈദേശികർ എടുത്തോണ്ട് പോയി അവിടെ ചെന്നിട്ട് പിന്നെ ഇപ്പൊ നടക്കുന്ന പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം അതിൽ നിന്നുള്ള അറിവുകളാണ് നടക്കുന്നത്. അപ്പൊ അവര് അവിടെ ഇതിനെ എല്ലാം മാറ്റി എഴുതിയപ്പോൾ അവിടെ ഈ കോടി എന്ന ഭാവത്തിന് കോടി എന്ന് പറഞ്ഞാൽ എത്രയാ? ഇംഗ്ലീഷിൽ പറഞ്ഞ കരോട് അല്ലേ? കരോടല്ലേ? അപ്പൊ ആ കോടിയെ അവര് കരോടിലോട്ട് പോയി. അപ്പൊ 33 കോടിയായി. സംസ്കൃതത്തിലെ ഓരോ വാക്കിനും ഒത്തിരി അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ ഇതിൽ പറയുന്ന അർത്ഥം എന്ന് പറയാൻ കോടി എന്ന് പറയാൻ ഭാവം. സനാതന ധർമ്മത്തിൽ 33 ഭാവത്തിലാണ് നമ്മൾ ദൈവത്തിനെ കാണുന്നത്. അത് നമ്മൾ പറഞ്ഞു പിന്നെ ഇവിടെ നമുക്ക് വിമർശിക്കാനല്ലേ ആവുള്ളൂ. പിന്നെ നമ്മുടെ ഓരോ തത്വങ്ങളെ നമുക്ക് ഉറപ്പിക്കാൻ പിന്നെ പറയുന്ന കൊണ്ട് നമ്മൾ പോവുക. പിന്നെ ഉൾക്കൊള്ളുക. അങ്ങനെ ഈ വിഷ്ണുവും ശൈവനുമായിട്ട് 2 മതങ്ങളായി, അല്ലെ? വൈഷ്ണവനും ശൈവനും. അപ്പോൾ ചോദിച്ചു, അതെങ്ങനെ സാധിക്കും? അപ്പോൾ ഈ ദശരഥ മഹാരാജാവ് രാമന് രാമ എന്ന് പേരിട്ട അങ്ങോട്ട് പോയി, ത്രേതായുഗത്തിലോട്ട് പോയി. എന്താ കാര്യം? അവിടെ പറഞ്ഞു, ഈ നാരായണ മന്ത്രത്തിന്റെ ബീജാക്ഷരവേദ. നമ്മൾ മഹാവിഷ്ണുവിനെ ഓം നാരായണായ നമഃ, ഓം എന്ന് പറഞ്ഞാൽ ഓംകാരം, അതെല്ലാത്തിന്റെയും കൂടെ വരുന്നു ബീജമന്ത്രം. പിന്നെ നാരായണായ നമഃ, അല്ലേ? അപ്പോൾ ഈ നാരായണായ നമഃ എന്ന് പറയുന്ന മന്ത്രത്തിന്റെ ബീജാക്ഷരവേദം രാ. അപ്പൊ ഈ രായ എടുത്തുകൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ നാരായണായ എങ്ങനെ പറയും? നാരായണായയുടെ യാ മാറ്റി നായ. അപ്പൊ അവിടെ അർത്ഥമുണ്ടോ? അപ്പൊ ബീജാക്ഷരം ഏതായിരുന്നു? രാ, അല്ലേ? അപ്പോൾ ആ രാ എന്നുള്ള അക്ഷരത്തെ, ബീജാക്ഷരത്തെ മാറ്റി.
അത് കഴിഞ്ഞപ്പോൾ ശൈവർ ഭജിക്കുന്ന മന്ത്രവേദ ഓം നമശിവായ, അല്ലെ? നമശിവായ. ഈ നമശിവായയുടെ ബീജാക്ഷരവേദ മായയെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമശിവായ എന്ന് ചൊല്ലിക്കുന്നു. ന ശിവായ, ശിവനെ, അല്ലെ? അർത്ഥം മാറി. അപ്പോൾ ഈ രായും വൈഷ്ണവന്റെ രായും ശൈവന്റെ മായും കൂടെ ചേർക്കുമ്പോൾ എന്ത് പേര് വന്നു? ആ രാമനെ, ഈ ശിവനെയും വിഷ്ണുവിനെയും വിളിക്കുന്ന ആ മന്ത്രത്തിന്റെ ബീജാക്ഷരങ്ങള് രാമ എന്ന് വന്നപ്പോൾ ആ രാ, അതിന് കണക്കുണ്ട്. രാ എന്ന അക്ഷരം അന്ധകാരത്തിൽ നിന്നു അന്ധകാരത്തിലോട്ട്, അന്ധകാരത്തെ നീക്കി നമ്മളെ വെളിച്ച രാ നമ്മളെ അന്ധകാരത്തിലോട്ട് മാറ്റി വെളിച്ചത്തിലോട്ട് നയിക്കുന്ന ആ രാമമന്ത്രം 3 പ്രാവശ്യം ചൊല്ലിയാൽ എത്രയായി? 1000 വിഷ്ണു മന്ത്രത്തിന് തുല്യമായി. അപ്പോൾ പരമശിവൻ ദേവിയോട് പറഞ്ഞു കൊടുത്തു, ഈ അരമണിക്കൂർ ചൊല്ലാൻ എന്ന് പറയാൻ ചൊല്ലരുതെന്നല്ല, എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ ഭഗവാനെ ഓം ശ്രീരാമ രാമ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം ശ്രീരാമനാമ വരാലേ, ഇതാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര മതങ്ങളായി? ശൈവരായി, വൈഷ്ണവനായി, ബിരുദങ്ങളിലെ യുദ്ധങ്ങൾ തുടങ്ങി. അതായത് നമ്മളിപ്പോ ഈ NSSകാരിവിടെ ശൈവന്മാരാ, അപ്പുറം വൈഷ്ണവന്മാർ, അപ്പൊ നമ്മൾ തമ്മിൽ അടിക്കും. പക്ഷെ ഇത് എന്താണെന്ന് നമുക്ക് ബോധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ശങ്കരാചാര്യരെല്ലാം ഇവിടെ സൃഷ്ടിയായി വരുന്നതും. ശങ്കരാചാര്യര് ആ ശിവഭഗവാന്റെ ഒരു ജന്മമെടുത്ത് വന്ന് ഇവിടെ ഇനിയൊരു മതത്തെ സൃഷ്ടിക്കുന്നു. ആ മതത്തിന്റെ പേരാണ് ശാക്തേയം. മനസ്സിലായോ? അതാണ് ഇപ്പൊ ഞാൻ നാളെ ദേവി ഭാഗം എന്ന ഭാഗത്തിന് കോട്ടയത്ത് പോകും. അപ്പോൾ അതിൽ പറയുന്നത് എന്താ? ശിവനും വിഷ്ണുവും ദേവി ഭാഗവതം പാരായണം ചെയ്തിട്ടില്ലേ? അതിൽ ഇതാ പറഞ്ഞു കൊടുക്കുന്നത്. ആ നമ്മൾ പറയുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന ആരാ? ബ്രഹ്മ വിഷ്ണു മഹേശ്വരനാണ്. ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വർക്കും ഈ പ്രപഞ്ചം മുഴുവൻ പാലാഴിയിൽ ഇങ്ങനെ വെള്ളം കിടക്കുകയാണെങ്കിൽ ആ വെള്ളത്തെ നമ്മളിപ്പോ ഈ വെള്ളം ഇതിലെടുത്തോണ്ട് വന്നു. ഈ വെള്ളത്തിന് ഈ ഗ്ലാസ് ഇല്ലെങ്കിൽ ഈ വെള്ളം നിൽക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാലാഴിയിലെ ആ പ്രളയം വന്ന് കിടക്കുന്ന ഈ പ്രളയം താങ്ങി നിർത്താൻ ഒരു പാത്രം വേണ്ടേ? അതാണ് ആര്? അമ്മ മഹാമായ. അപ്പോൾ ആ അമ്മ മഹാമായ അങ്ങനെ ഈ മതങ്ങളെ എല്ലാം കൂടെ ഏകീകരിച്ച് ഇതിനെ എല്ലാം കൂടെ ഒന്നാണ്, എന്നാൽ ഇതെല്ലാം 3ആയി കാണും. പക്ഷെ ഇതിന്റെ എല്ലാം തത്വം ഒന്നാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ ഇവിടെ നമ്മുടെ പറഞ്ഞു വന്നല്ലോ. ഇപ്പൊ എത്ര വേദങ്ങളാ മക്കളെ പറഞ്ഞ് തെറ്റി ചോദിക്കും. വേദങ്ങൾ എത്രയുണ്ട്? 4. ഓർത്തോളൂ. പിന്നെ ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. കാര്യം നിങ്ങളുടെ പ്രായത്തിലുള്ള മറ്റു മതത്തിലുള്ള കുഞ്ഞുങ്ങളോട് അവരുടെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവര് അപ്പോൾ തന്നെ അക്കമിട്ട് വരി വരെ പറഞ്ഞു തരും. മനസ്സിലാവുന്നു? അവർക്ക് അത്ര അറിവ് കൊടുക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയോ? ഇല്ല. ഇപ്പൊ ക്ഷേത്രം, ഇത് ക്ഷേത്രമല്ലേ? ഇത് എന്താ ക്ഷേത്രം? ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്രം. അതായത് ക്ഷയങ്ങളിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം പറയുന്നില്ലേ? അപ്പോൾ ഈ ക്ഷേത്രത്തിനും ഇതിനകത്ത് ശ്ലോകങ്ങളിൽ കൂടെ നമ്മളോട് പറഞ്ഞു കൊടുക്കും. എന്താ ഈ ക്ഷേത്രം? അമ്മയിരിക്കുന്ന ക്ഷേത്രം എന്താണ്? ഗർഭഗൃഹ ശിരോപ്രോക്തം അന്തരാളം മുഖം തഥാ സുഹാസനം കളച്ചൈവ ബാഹുശൈവാർത്ഥ മണ്ഡപം മഹാമണ്ഡപം പുഷ്യസാൽ പ്രാകാരം ജാനുജംഗയോഗാൽ ഗോപുരം ദേവപാത. മനസ്സിലാവുന്നു? അതായത് യോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു യോഗിയുടെ, നമ്മളൊരു വീട് പണിയണമെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം പ്ലാൻ വരയ്ക്കും, അല്ലേ? എനിക്ക് ബെഡ്റൂം ഇവിടെ വേണം, സിറ്റ് ഔട്ട് ഇവിടെ വേണം, അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ഒരു പ്ലാനുണ്ട്. ആ ഭഗവാൻ ഒരു മനുഷ്യ ശരീരമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്ന, പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ഭഗവാൻ, ആ ദേവിയോ ദേവനോ, ആ ദേവന്റെ ശരീരമാണ് ക്ഷേത്രം, അല്ലേ? ആ ക്ഷേത്രത്തില് പറഞ്ഞില്ലേ ഗർഭഗൃഹ ശിരോപ്രോക്തം. ഗർഭഗൃഹവേദ, ഇതില് ഗർഭഗൃഹവേദ ശ്രീകോ നമ്മ ഉറക്കം പറ. ആരെങ്കിലും അറിയുന്നവർ ഉറക്കം പറയണം കേട്ടോ. ഇത് എല്ലാവർക്കും പഠിക്കണം. ഇതേ കൂട്ട് പറഞ്ഞില്ലേ ബ്രഹ്മം, ബ്രാഹ്മണൻ. ആരാ? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിവ്.
ഇപ്പൊ ഞാനെന്തിനാ ഈ വഴക്കം പറ്റി ഇവിടെ വന്നിരിക്കുന്നത്? അവിടെ ഓടി വന്നു. ആഗ്രഹം എന്താ? എന്തെങ്കിലും നമ്മളൊന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അത് പകരണം. അതില് ഇപ്പൊ കേൾക്കുന്നവരാണോ അവരെ തെറ്റ ശരിയാ, അത് അവരുടെ ഇഷ്ടത്തിനെടുക്കാം. പക്ഷെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയാതെ ഇത് പകരത്തില്ല. അതുകൊണ്ട് എന്ത് നമ്മൾ പഠിക്കുന്നു അപ്പോൾ തന്നെ അത് ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റും അവരോട്. അതിന് പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സന്ധ്യാസമയത്ത് അവരെ വിളിക്കും. പഴയ അമ്മമാരങ്ങനല്ലേ അല്ലേ? ഈ മേഘനാഥ കൃഷ്ണായി കണക്ക് പഠിപ്പിക്കുകയും നാമജപത്തിൽ കൂടെ കണക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഈരേഴ് എന്ന് പറഞ്ഞാൽ എത്ര? ഈരേഴ് 7-2-14. അങ്ങനെയൊക്കെ ഈ നാമജപത്തിൽ കൂടെയും എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? നമ്മളെ വിദ്യാഭ്യാസം ചെയ്യും അല്ലേ? സന്ധ്യ സമയത്ത് വീട്ടിൽ നാമം ചെയ്യണമെന്ന് പറയുന്നത് എന്ന് പറയും. ഈ ഗർഭഗൃഹം എന്ന് പറയുന്നത് ആ ശ്രീകോവിൽ. ആ ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിന്റെ എന്ത്? ഈ ക്ഷേത്രദേവനാണില്ല, ദേവിയാണ്. ആ ദേവിയുടെ തല എന്തോ? ഗർഭഗൃഹം, ശ്രീകോവിൽ. അപ്പോൾ ഗർഭഗൃഹ ശിരോപ്രോക്തം അന്തരാളം മുഖന്തത. ആ ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ദേവിയുടെ ദേവന്റെ വിഗ്രഹം എന്താണ്? മുഖന്തത, മുഖമാണ് അല്ലേ? അവിടുന്ന് ഇറങ്ങി വരുന്ന പടിക്കെട്ടുകൾ എന്താ? സുഹാസനം ഗളക്ഷൈവ. അവിടുന്ന് ഇറങ്ങി അടുത്തൊരു മണ്ഡപം വരുന്നുണ്ട്. ആ മണ്ഡപം എന്താ? മഹാമണ്ഡപം കുഷ്യസ്ഥാൻ പ്രാകാരം ജാലിച്ചു. അവിടുന്ന് ഇറങ്ങി വെളിയിലോട്ട് വരുന്ന ആ ഭാഗങ്ങൾ ഭഗവാന്റെയോ ഭഗവതിയുടെയോ അരക്കെട്ടും മുട്ടുകാലും കണങ്കാലും ഒക്കെയാണ്. അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ആ ഗോപുരം എന്താണ്? ദേവന്റെ പാദമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ചെരുപ്പിട്ടുകൊണ്ട് പോകുമെന്ന് പറയത്തില്ലേ? പക്ഷെ ഇതൊക്കെ ഈ സിസ്റ്റത്തിൽ കൂടെ നമ്മളെ കൊണ്ടുവരികയാണ്. നമ്മൾ ഇന്ന് ചെരുപ്പിടാതെ ആരെങ്കിലും നടക്കാറുണ്ടോ? കുഞ്ഞുങ്ങളെ മക്കൾ അമ്പലത്തിൽ വരുമ്പോഴല്ലാതെ ചെരുപ്പൂരാണ്. ഇപ്പൊ വീടുകളിൽ വരെ ചെരുപ്പിടും ഇല്ലേ? പക്ഷേ ചെരുപ്പിടാതെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് അറിയും. അപ്പോഴാണ് നമുക്ക് ഈ ഭൂമിയുമായിട്ട് ബന്ധമാകുന്നത്. മനസ്സിലായി? അപ്പൊ ഇതൊക്കെ കൊണ്ട് ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ വരിക എന്ന് പറയാൻ ലക്ഷ്യം എന്താ? സത്യത്തിൽ സയൻസായി ഒന്നുമില്ല. അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ബ്രഹ്മമുഹൂർത്തത്തിൽ എണ്ണീക്കും അല്ലേ? എണ്ണീറ്റ ഉടനെ എന്ത് ചെയ്യണം? ശുദ്ധം വരുത്തണം. ശരീരശുദ്ധി വരുത്തി കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം? ആത്മീയ ശുദ്ധി വരുത്തി അല്ലേ? ഇതെല്ലാം കഴിഞ്ഞ് ആ നേരെ ക്ഷേത്രത്തിലോട്ട് പോകും. ഇന്നത്തെ കൊണ്ട് വണ്ടി നടക്കണം. അങ്ങനെ വീട്ടിൽ നിന്ന് ഈറനായിട്ടുള്ള ആ മുങ്ങി കുളിച്ച് ആ ഈറനായിട്ടുള്ള വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിലോട്ട് വരുമ്പോൾ ആ ക്ഷേത്രത്തിന് ചുറ്റും 7 പ്രദക്ഷിണം വെക്കാൻ പറ്റും അല്ലേ? അത് കഴിഞ്ഞിട്ട് അകത്ത് കയറി അകത്ത് 7 പ്രദക്ഷിണം. ഇല്ലെങ്കിൽ ഏത് ഭഗവാനാണോ ആ ഭഗവാനനുസരിച്ച് പ്രദക്ഷിണം. ഈ പ്രദക്ഷിണം എങ്ങനെ വെക്കണ്ട? ഇന്നത്തെ കൊണ്ട് ഓടിപ്പോവില്ല. പതേ ഒരു പാദം വെച്ച് അടുത്ത പാദം വെച്ച് പതുക്കെ. അതെങ്ങനെ ആയിരിക്കണം? നിറഗർഭിണിയായിരിക്കുന്ന, അതായത് ഗർഭിണി പ്രസവിക്കാൻ അടുത്ത സമയമായി. അപ്പൊ ഈ ഗർഭിണിയുടെ തലയില് ഒരു കലത്തിനകത്ത് നിറച്ച് എണ്ണ നിറച്ചിട്ട് തലയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞ് നടക്കാൻ. പക്ഷെ ഇത് തുളുമ്പാൻ പാടില്ല. അപ്പൊ ആ ഗർഭിണി എങ്ങനെ നടക്കും? അതേപോലെ ആയിരിക്കണം പ്രദക്ഷിണം വെക്കണം. ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് 7 പ്രദക്ഷിണം ഇവിടെ ചെയ്തു, അകത്ത് പ്രദക്ഷിണം ചെയ്തു. അത് കഴിഞ്ഞ് ആൽമരം കാണും. ആൽമരത്തിന്റെ പ്രത്യേകത എന്താ മക്കളെ? എല്ലാ മരങ്ങളും വൃക്ഷജാലങ്ങളും എന്താ പുറത്തോട്ട് വിടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷെ ആൽമരത്തിൽ നിന്നും കിട്ടുന്നത് എന്തുവാ? ഓക്സിജൻ. നമുക്ക് ശ്വസിക്കേണ്ടത് എന്തുവാ? ഓക്സിജൻ. അപ്പൊ നമ്മൾ ആ ആൽമരത്തിനെയും അവിടെ നമ്മൾ ദൈവീക ഭാവത്തിൽ സങ്കല്പിക്കുക. മൂലേതി ബ്രഹ്മ, മധ്യേതി വിഷ്ണു, അഗ്രേതി ബ്രഹ്മ വിഷ്ണു മഹേശ്വരനെ അവിടെയും കണ്ടു. എന്നിട്ട് പറഞ്ഞു നീ 7 വലം അവിടെയും വെച്ചു. മൊത്തം വലം വെക്കുന്ന കൂട്ടുമ്പം അരമണിക്കൂർ ഈ മറ്റുള്ള ഫോഴ്സുകളിലൊക്കെ ഉള്ളവർ PT ചെയ്തില്ലേ? മോർണിംഗ് പരേഡ് ജയിക്കാൻ രാവിലെ അമ്പലത്തിലോട്ട് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് ആക്കി കൊണ്ടുപോകുക. ഇതാണ് അതിന്റെ ധർമ്മം. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആത്മീകമായിട്ടുള്ള ഗുണവും കിട്ടും, ശാരീരികമായിട്ടുള്ള ഇതെല്ലാം ഇതിനകത്ത് അടിസ്ഥാനമാണ്. ഇങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയാ? പിന്നെ ചോദിക്കുക എത്ര വേദങ്ങളാ? 4. മറക്കരുത്. ഉപനിഷത്ത് എത്രയാ? ഇപ്പൊ ഇതുവരെ നമ്മൾ 108 എന്ന് പറയുന്നുണ്ട്. 10 ഉപനിഷത്തുകളാണ് മെയിൻ ആയിട്ടുള്ളത്.
അതും കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു 2 ഇതിഹാസങ്ങളുണ്ട്. ഏതൊക്കെയാണ് 2 ഇതിഹാസം? രാമായണം എഴുതിയതാര? വാൽമീകി അല്ലെ? അതിന്റെയൊക്കെ കഥ അറിയാമല്ലോ. വാൽമീകി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ടും പിന്നെ വേദവ്യാസൻ എന്തെടുത്തു? ഈ കലികാലത്തിലുള്ള മനുഷ്യർക്ക് ആരും തുറന്നു പോലും നോക്കുന്നില്ല. ഇത് ഇത്രയൊക്കെ എഴുതി വെച്ചിട്ടും ആരും തുറന്നു നോക്കുന്നില്ല. അപ്പോൾ വേദവ്യാസൻ എന്ത് എഴുതുന്നു? ഈ തത്വങ്ങളെയും എല്ലാം എടുത്തിട്ട് പുരാണങ്ങളെ രചിച്ചു. എത്ര പുരാണങ്ങളുണ്ട് നമുക്ക്? എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ മക്കൾ, എന്താ പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പറയുന്നത് കോൺഫിഡന്റ് ആയിട്ട് പറയണം. അത് ശരിയോ തെറ്റോ, തെറ്റായിക്കോട്ടെ, മനസ്സിലായി? നമ്മൾ നാളെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിനോ ഒരു ടെസ്റ്റിനോ ഒക്കെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോണ്ടല്ലോ അന്തർമുഖന്മാരാകരുത്. 10 പേരിയ്ക്കുമ്പോൾ അവരുടെ മുമ്പിൽ വന്ന് കസറിക്കണം പറ്റും. അപ്പോഴേ നമ്മുടെ ആ കോൺഫിഡന്റ് ലെവൽ എല്ലാവരും ഉള്ളൂ. എവിടെ പോയാലും എനിക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കും എന്നൊരു ഉറച്ച വിശ്വാസം എവിടെ വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് ചെയ്യും, അവർ ചോദ്യം ചോദിക്കും, പറഞ്ഞത് ശരിയാ, പക്ഷെ ഇവിടെ നിന്ന് അവർക്ക് ഞാനിവിടെ നിന്ന് പറയാൻ നിങ്ങൾ കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യണം? ഉറക്കം പറഞ്ഞാൽ എന്താ ഗുണം? ഞാൻ പറയുന്നത് പിന്നെ ഒരിക്കലും മറക്കുന്നു. അതൊരു ഗുണവും. മനസ്സിലായോ? അങ്ങനെ എത്ര പുരാണങ്ങളുണ്ട് നമുക്ക്? 18. കേട്ടോ? അപ്പൊ ഈ പുരാണം എന്ന് പറഞ്ഞാൽ എന്താ? പുരാ ഇതി നാമ. പഴയതാണ്, എന്നാൽ എന്നും അത് പുതിയത്. കഴിഞ്ഞ വർഷവും ഇവിടെ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം കൈനഗിരി രമേശൻ മാഷ് ഇവിടെ വന്ന് ചെയ്തു അല്ലേ? അന്ന് രമേശൻ മാഷ് ഇവിടെ ചെയ്ത ഭാഗവതം തന്നെ ഇനി അടുത്ത വർഷം വരാൻ പോകുന്ന ആളും ചെയ്യാൻ പോകുന്നു. പക്ഷേ നമുക്ക് എന്തെങ്കിലും വിരക്തി വരുന്നുണ്ടോ? ഇല്ല, വരികയും എന്നും അതിലെ തത്വങ്ങളെല്ലാം മൂല്യങ്ങളുള്ളതാണ് അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദർശനങ്ങൾ തരുന്നതൊക്കെ തന്നെയാണ് പുരാണങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എത്ര പുരാണമുണ്ട്? 18. ഈ 18 പുരാണത്തിന്റെ പേരെങ്ങനെ പറയുന്നു? പറയാൻ പറ്റും? അറിയോ? അതിന് ഞാൻ ഷോർട്ട് കട്ട് ദേവി ഭാഗവതം പഠിക്കുമ്പോണ്ടല്ലോ അതിനകത്തുണ്ട്. മധ്വജ, ഭദ്വജ, ഭ്രത്രയ, വചതുഷ്ടായ, അനാവലിംഗ പൂസ്കാരം. 18 പുരാണം വരിക. ചിലപ്പോ ഇടയ്ക്ക് വല്ലതും വിട്ടുപോയത് കേട്ടോ. ഉണ്ട്, ഭാഗവത്തിലുണ്ട്, ദേവി ഭാഗവത്തിൽ ഇതുണ്ട്. മദ്വയം, മകാരത്തിൽ 2. ഏതൊക്കെ? മത്സ്യപുരാണവും മാർക്കണ്ഡേയ. ദേവി ഭാഗവത്തിൽ ഇതെല്ലാം വ്യത്യാസമാണ്. ഇത്ര ശ്ലോകങ്ങളുണ്ട്, ഇത്ര ഗ്രന്ഥ ശ്ലോകങ്ങളുണ്ട്, ഇത്ര ബീജാക്ഷരങ്ങളുണ്ട്, ഇത്ര അധ്യായങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ഗ്രന്ഥശാല നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ ഇവിടെ പാരായണം ചെയ്യാൻ വന്നാലും പാരായണ സമയത്ത് ആരാ വരും? ഇല്ല, പ്രഭാഷണം ചെയ്യുമ്പോൾ ആരാ വരുന്നത്? അതായത് നാരദർ പറയുന്നുണ്ട് കലിയുഗം ബാധിച്ച ഈ കലിയുഗത്തിലോട്ട് ഈ ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിന് ഈ കലി ബാധിക്കുന്ന ഭൂമിയിലോട്ട് നാരദർ വരുന്നതായിട്ട് മാഹാത്മ്യത്തിൽ പറയും. അപ്പൊ എങ്ങനെയാണെന്നറിയോ വരുന്നത്? ഈ നാരദർ വരുമ്പോൾ ആദ്യം വരുമ്പോൾ ഈ കലി ബാധിച്ച ഈ കലിയിലെ ഭാവം കണ്ടിട്ട് ത്രികാലജ്ഞാനിയായ നാരദർക്ക് ഒരു സങ്കടപ്പെട്ടു. അങ്ങനെ സങ്കടപ്പെട്ടു വരുന്ന നാരദര് ഇവിടെ വരുന്ന രീതി പറയുന്നുണ്ട്. ഇവിടുത്തെ പുണ്യ തീർത്ഥങ്ങളൊക്കെ സഞ്ചരിച്ച്, പുണ്യതീർത്ഥങ്ങൾ അത്ര 7 ഉണ്ട്. ഗംഗ, യമുന, കാവേരി, നർമ്മദ, സരസ്വതി, ഗോദാവരി, ഇങ്ങനെ 7 പുണ്യതീർത്ഥങ്ങളാണ്. ആ പുണ്യതീർത്ഥങ്ങളിലും പോയിട്ട് 4 പുണ്യക്ഷേത്രം നമ്മുടെ ഈ ഭാരത ഭൂമിയിലുണ്ടല്ലോ 4 പുണ്യക്ഷേത്രമാണ് നാരദര് ആദ്യം വരുമ്പോൾ പോകുന്ന സ്ഥലം. ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം. ഹരിക്ഷേത്രം എവിടെ? ഹരിദ്വാർ. ഹരിദ്വാറിൽ പോയി. കുരുക്ഷേത്രം എവിടെ? ഡൽഹിക്കടുത്ത് കുരുക്ഷേത്ര യുദ്ധം നടന്ന പുണ്യഭൂമി. അവിടെ പോയിട്ട് നേരെ നാരദർ എവിടെ പോയത്? ശ്രീരംഗം, തിരുച്ചിനാപ്പള്ളി പോയി കാണണം. ശ്രീരംഗം എന്ന് പറഞ്ഞാൽ ശ്രീരംഗം പോയി കഴിഞ്ഞാൽ നമ്മൾ മോക്ഷം നേടിയെന്നുള്ളതാണ്. സാക്ഷാൽ ആദിനാരായണൻ ശേഷനിൽ പള്ളി കൊള്ളുന്ന തിരുവനന്തപുരത്ത് പോയിട്ടില്ലേ? അതേ കൂട്ട് തന്നെയാണ്. അതിലും
പുണ്യം അത് അവിടെ പോയി പോരാൻ തോന്നി. ഞാൻ പോയി. അതിനുശേഷം പിന്നെ അവിടെ പോയത് സേതുബന്ധനം. എവിടെയാ സേതുബന്ധനം? സേതുബന്ധനം എവിടെ മക്കളെ? എവിടെ? ഇതാണ് രാമേശ്വരം. കേട്ടോ? അതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അവർ ഇൻട്രസ്റ്റ് വന്നാൽ മതി, പിന്നെ പഠിച്ചോളൂ. ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങൾ പഠിക്കണം. അങ്ങനെ വരുന്ന നാരദർ ഈ കലിയിലുള്ള ആൾക്കാരെ കണ്ടപ്പോ എങ്ങനെ തോന്നുകയോ, കലിയിലോട്ട് വരുമ്പോ ഇവിടെ സത്യം നാസ്തി തപ ദയാ ദാനം ന വിദ്യതേ. ഇവിടെ കലി ബാധിച്ച ഈ മനുഷ്യനെ കാണുമ്പോൾ ഈ നാരദർക്ക് തോന്നുമോ സത്യമെന്ന് പറയുന്നത് ഇല്ല. സത്യം നാസ്തി തപ, തപസ്സില്ല. ശൗചം, ശൗചം എന്തോ? നമ്മൾ കുളിച്ച് കുറിയലായിട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തിനാ കുളിക്കുന്നത്? ഈ ശരീരത്തിനെ ശുദ്ധീകരിക്കുക. ശൗചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയമായ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക. മനസ്സിലാവുന്നു? എപ്പോഴും എനിക്ക് അവനോട് ദേഷ്യം, ഇങ്ങനെയുള്ള ഭാവങ്ങളെയെല്ലാം മാറ്റി മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് വേണം ഭഗവാൻ, അല്ലെ? അപ്പം കലിബാധിച്ച ഇവിടെ സത്യമില്ല, ശൗചമില്ല, ദയയില്ല ആരോടും, അല്ലെ? ഇപ്പൊ നമ്മളെ എക്സാമ്പിൾ പറയാം. നമ്മൾ സ്കൂളിൽ പോയി ഒരു ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ, ഞാൻ എന്റെ അനുഭവം, ഒരു പ്രായമായ അമ്മ ഞാൻ ഇരിക്കുക, എനിക്ക് ആരോഗ്യമുണ്ട് ഇരിക്കാൻ, ഞാൻ എന്ത് ചെയ്യും? എണ്ണീറ്റിട്ട് ആ അമ്മയെ അവിടെ ഇരുത്തണം. നമ്മുടെ വീട്ടിലൂടെ ഒരു അതിഥി വന്നു. അതിഥി എന്ന് പറഞ്ഞോ ആരാ? സ്ഥിതി നോക്കാതെ വരുന്നവൻ ആരോ, അതാണ് അതിഥി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മൊബൈലുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ മാഷിനെ വിളിച്ച് പറയും, മാഷ ഇത്ര മണിക്ക് ഞാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിഥിയായി. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവരാരായി? അതിഥിയായി. ഇപ്പൊ മോടെ വീട്ടില്, കുഞ്ഞിന്റെ വീട്ടിൽ, കുഞ്ഞ് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങോട്ട് കയറി മോൾ അതിഥി. ഇത് നമ്മുടെ വീട്ടിൽ അമ്മമാരും അമ്മമാരും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതാണ്. എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് മോൻ എന്ത് ചെയ്യും? അല്ല, സാധാരണ ഇപ്പൊ നടക്കുന്ന കാര്യം. ഒരാള് വന്ന ഉടനെ ഈ കുഞ്ഞ് എന്നെ ഒരൊറ്റ ഓട്ടോ അകത്തോട്ട് അമ്മ ഏതാണ്ട വന്നു, അല്ലെ? പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അർഘ്യപാദാദ്യതകൾ കൊടുത്ത് സ്വീകരിച്ച് ഈ വരുന്ന ആളിനെ, ഈ വെയിലും മഴയും, പണ്ടൊക്കെ ഈ വെയിലും മഴയും കൊണ്ട് വരുന്നത് എങ്ങനെയാണ്? അവര് വിഷമിച്ച് ദാഹിച്ചൊക്കെയാണ് വരുന്നത്. അപ്പൊ അവരാരായി? അതിഥിയായി, അല്ലെ? സ്ഥിതി നോക്കാതെ വന്നതാ. അപ്പൊ അതാരാണ്? അത് ദൈവമാണ്. അവരെ നമ്മൾ സ്വീകരിച്ച് നല്ല പീഠത്തിലിരുത്തി, പീഠം എന്ന് പറയുമ്പോൾ പീഠം ഇഷ്ടപ്പെടുന്നുണ്ട്, കസേര കിടപ്പില്ല, ഇരിക്കാൻ വേണം. ആ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞ ഉടനെ ജലപാനം കുടിക്കാൻ വെള്ളം കൊടുക്കും എന്ന് അവരെല്ലാം ഒന്ന് ഫ്രഷായി കഴിയുമ്പോൾ പിന്നെ പോയിട്ട് അവരെ ഈ സംസ്കാരം എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് എന്താ? മാർക്ക് മേടിക്കുന്നത് എന്തിനാ? ജോലി കിട്ടും, അല്ലേ? അതിന് പറയുന്ന പേരെന്താണെന്നറിയോ? ജ്ഞാനം, അറിവ്. പക്ഷേ വീട്ടിൽ കൂടെ മാതാപിതാക്കള് മുതിർന്നവരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്തുവാണ്? വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറയാൻ പ്രാക്ടിക്കൽ നോളജ്. ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ കുറെ ഈ വർഷത്തെ എക്സാം എഴുതാൻ പഠിച്ചു, എക്സാം എഴുതി അടുത്ത വർഷം ചോദിച്ചാൽ പറയും. പക്ഷേ എന്റെ വീട്ടിലൊരു അതിഥി വന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടത്, നമ്മൾ കുഞ്ഞിനെ പഠിച്ചാൽ അവസാനം വരെ ഓർത്തിരിക്കത്തില്ലേ? ഇതിന് വിജ്ഞാനം, കേട്ടോ? അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാരദർ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ സത്യമില്ല, ദയയില്ല, ദാനമില്ല, ഒന്നുമില്ല, ആകെ നാരദർ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നാരദർ കണ്ട ഒരു കാര്യം, മനുഷ്യന് ഉദരം ഭരണോ ദേവ വരാഹ ഉടഭാഷിത. ഈ മനുഷ്യന് ഒറ്റ ചിന്തയേ ഉള്ളൂ, എന്താ? ഉദരം ഭരണം, വയറ് നിറയ്ക്കണം. അപ്പൊ മോൻ രാവിലെ അമ്മ ഇഡലി ബ്രേക്ക്ഫാസ്റ്റ് തന്നു. അപ്പൊ മോൻ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ ചോദിക്കുന്നത്? അമ്മ ഉച്ചയ്ക്ക് ചോദിക്കുന്നു. രാവിലെ കഴിച്ചപ്പോൾ ഉടനെ അടുത്ത ചോദ്യം, അമ്മ എനിക്ക് ഉച്ചയ്ക്ക് എന്തോ? ഉച്ചയ്ക്ക് കഴിക്കുമ്പോ എന്താ ചോദിക്കുന്നത്? വൈകുന്നേരം കഴിക്കുമ്പോ അമ്മ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ വയറ് നിറയ്ക്കണമെന്നുള്ള ഒരു ചിന്തയാണ് കൂടുതലും ആർക്കുള്ളത്? കലികാലം, അല്ലേ? ഇത് അവിടെ ഇതിന് പറയുന്നത്. അപ്പൊ 18 പുരാണത്തിന്റെ പേര് നമ്മൾ പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. 18 പുരാണം മദ്വയം, മാകാരത്തിൽ തുടങ്ങുന്ന 2 പുരാണങ്ങളുണ്ട്. മത്സ്യപുരാണവും മാർക്കണ്ഡേയ പുരാണം. എത്രയായി? കൂട്ടിക്കോളൂ, എത്രയായി? 2.
ഞാൻ പറയുമ്പോൾ അതിന്റെ കൂടെ കൂടിക്കണം. അടുത്ത രണ്ട് ഭകാരത്തിൽ തുടങ്ങുന്ന രണ്ട് പുരാണം ഏതൊക്കെയാ? ഭാഗവത പുരാണവും ഭവിഷ്യ പുരാണവും. എത്രയായി? 4 അല്ലേ? അത് കഴിഞ്ഞിട്ട് പ്രകാരത്തിൽ തുടങ്ങുന്ന 3 പുരാണം: ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്തക പുരാണം. എത്രയായി? 7 ഇനിയും വകാരത്തിൽ തുടങ്ങുന്ന 4 പുരാണം: വായുപുരാണം, വന്യപുരാണം, വാമനപുരാണം, വരാഹപുരാണം. അതിന് ഒന്നും കൂടെ അങ്ങനെ 4 പുരാണം വകാരത്തിൽ തുടങ്ങും. അപ്പൊ എത്രയായി? 11. ഇനി എത്ര ബാക്കിയുണ്ട്? 7. ആ 7 ഉണ്ടാവില്ല, ഒറ്റയാട്ടത്തിലാണ്. അതുകൊണ്ടാണ് അനാമലിംഗ പുസ്തകം. ആ കുട്ടി ഒരു പുരാണം. ഏതാ? അഗ്നിപുരാണം. നാ കൂട്ടി ഒരു പുരാണം, നാരദ പുരാണം. പാ കൂട്ടി ഒരു പുരാണം, പത്മപുരാണം. നീ കൂട്ടി ഒരു പുരാണം, ലിംഗപുരാണം. ഗാ കൂട്ടി ഒരു പുരാണം, ഗരുഡ പുരാണം. അനാമലിംഗ കൂസ്കാരി. കൂ കൂട്ടി കൂർമ്മപുരാണം. അപ്പൊ എത്രയായി? 17. കൂസ്ക. അങ്ങനെ അതാണ് നമ്മളെ ഇതെന്തിനാ പറയുന്നത്? അതായത് ഒരു ബൈബിളിൽ എന്തെങ്കിലും ഒരു കാര്യം അവരുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. അറിയാം. എന്താ അറിയാം? ഇങ്ങനെയല്ല നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി തന്നിട്ടില്ലേ? പൂർവ്വ ആചാര്യന്മാർ ഇതൊക്കെ നമുക്ക് എഴുതി തന്നില്ലേ? എന്തുകൊണ്ട് നമ്മൾ പകരുന്നു? ഇത് ഇവരുടെ കുറ്റമല്ല. ഇവരെ സന്ധ്യക്ക് സീരിയല് കാണിക്കാതെ, അമ്മമാര് സീരിയല് കാണാതെ സന്ധ്യക്ക് നാമം ജപിക്കുമ്പോൾ അത്രയും സമയം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ പറ്റി ഒന്ന് ബോധിപ്പിച്ചത്. ശരി, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഞായറാഴ്ച ദിവസം നമ്മുടെ ക്ഷേത്രബന്ധിന് നമ്മുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ നമ്മുടെ വരുന്ന തലമുറയിലോട്ട് പകർത്തുവാൻ ഉള്ള സങ്കേതമായത് എല്ലാവരും ചെയ്തു. എന്താ ചെയ്യാൻ? ഇപ്പൊ തന്നെ ഞങ്ങൾ 1 മാസം മുമ്പ് മാഷനോട് പറഞ്ഞത്, മാഷെ സമയം കിട്ടുന്ന ഒരു ദിവസം ഇവിടെ വെക്കണം അല്ലേ? 1 മാസമല്ല, ഞാൻ അങ്ങ് ലീവ് വരുന്നതിനെക്കാട്ട് മുമ്പ് പറഞ്ഞത്. അപ്പൊ മാഷ് പറയാം, മാഷെ നമുക്ക് ഒരു ദിവസം ഇടയ്ക്ക് ഞായറാഴ്ച ഏത് ദിവസം പറയുമ്പോൾ അന്നെനിക്ക് വരാൻ പറ്റില്ല. പിന്നെ നാളെ തൊട്ട് അടുത്ത ഞായറാഴ്ച ചോദിച്ചപ്പോൾ ഞങ്ങൾ നാളെ നവാസായിട്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാനാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ആരെയെങ്കിലും ഇതിനെ പറ്റി നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധിപ്പിച്ച് നമ്മുടെ മക്കളെ ആ വഴിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകളെ കണ്ടെത്തി നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ഒരു ഭഗവത്ഗീത ക്ലാസ് വെക്കണം. വേണ്ടേ? ഇവരെ വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കണം, ലളിതാ സഹസ്രനാമം പഠിപ്പിക്കണം. ഈ നമ്മുടെ സംസ്കാരം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു കാലവും പഠിപ്പിക്കുന്നു. ഉറപ്പാണ്, ഉറപ്പുള്ള കാര്യം. അതായത് ഇപ്പൊ ഇവരോട് ചോദിച്ചാൽ ഇവർ പറയും ഞങ്ങളെല്ലാം ഗൂഗിളിൽ വിശ്വസിക്കുക, ഞങ്ങൾ സയൻസാ ശരിയെന്ന്. അല്ലേ? അതല്ലേ പറയും? ഗൂഗിളല്ലേ? നമ്മളിപ്പോ എന്തെടുത്താലും എവിടെ നോക്കണ്ടേ? ഗൂഗിൾ. ഈ ഗൂഗിളിന്റെ സിഇഒ ആരാണ്? ഗൂഗിളിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അറിയോ? ഗൂഗിളിനെ കൺട്രോൾ ചെയ്യുന്ന അമേരിക്ക അല്ലേ? പക്ഷെ ആ ഗൂഗിളിന്റെ സിഇഒ ആരാണ്? സുന്ദർ പിച്ചൈ. എവിടുത്തുകാരൻ? തമിഴ്നാട്. സുന്ദർ പിച്ചൈ വേണ്ട അംഗീകരിക്കുന്ന ഗൂഗിളിന്റെ സിഇഒ ആരായിരുന്നു? തമിഴ്നാട്ടുകാരനായ സനാതന ധർമ്മ വിശ്വാസിയായ സുന്ദർ പിച്ചൈ. ആ സുന്ദർ പിച്ചൈയെ അനുമോദിക്കാനായിട്ട് ഡൽഹിയിൽ ഒരു കോൺഫറൻസ്, അതായത് ഇത്രയും ലോകം അറിയുന്ന ആ ഗൂഗിളിനെ കൺട്രോൾ ചെയ്യുന്ന സിഇഒ ആക്കി ഈ നമ്മുടെ സനാതന ധർമ്മത്തെ വിശ്വസിക്കുന്ന ഒരു സുന്ദർ പിച്ചൈ വന്നപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആ പ്രധാനി എന്ത് ചെയ്തു? ഇത് എല്ലാവരും അറിയണം, ലോകം അറിയണം എന്ന് വിചാരിച്ച് ഒരു ദിവസം ഇദ്ദേഹം ഫോൺ ചെയ്യുക സുന്ദർ പിച്ചൈയുടെ വീട്ടിലോട്ട്. ഫോൺ ചെയ്തിട്ട് പറഞ്ഞെന്താ അറിയോ? സുന്ദർ പിച്ചൈയെ വിളിക്കാനല്ല ഫോൺ ചെയ്തു. പറഞ്ഞു, സുന്ദർ പിച്ചൈ അങ്ങയുടെ അമ്മയോട് എനിക്ക് സംസാരിക്കണം. അങ്ങനെ ഈ അമ്മ തമിഴ് മാത്രം അറിയാവുന്ന അമ്മയുടെയിലോട്ട് ഫോൺ കൊടുത്തു. പറഞ്ഞു, അമ്മ ഞാൻ ഇന്നയാളാണ്, നാളെ ഈ സുന്ദർ പിച്ചൈക്ക് ഞങ്ങൾ സ്വീകരണം വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് ഈ സംസ്കാരമെല്ലാം കൊടുത്ത് ഈ ഉയർന്ന പദവിയിൽ വരെ എത്തിക്കാനായിട്ട്
അമ്മ കൊടുത്ത സംസ്കാരമാണ് ആ കുഞ്ഞിന്റെ, ആ അമ്മയുടെ കുഞ്ഞ് ഈ ലോകമറിയുന്ന ഗൂഗിളിന്റെ CEO ആയിട്ട് വന്നത് എന്ന് പറഞ്ഞ് അവിടെ ആ സ്പീച്ച് ചെയ്യുമ്പോൾ, ഇദ്ദേഹം സ്പീച്ച് ചെയ്യുമ്പോഴെല്ലാം ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന അമ്മയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പീച്ച് കഴിഞ്ഞതും നേരെ ഇറങ്ങിയ അമ്മയുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുന്നു. മനസ്സിലായി? അതായത് അതേപോലെ ചെസ് ചാമ്പ്യൻഷിപ്പിൽ, ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പില് വേൾഡ് വിന്നായതായ അറിയൂ, പ്രജ്ഞാനന്ദ കേട്ടിട്ടുണ്ട്. എവിടുത്തുകാരൻ? തമിഴ്നാട്ടുകാരൻ. ഈ പ്രജ്ഞാനന്ദയെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ചാനലുകാർ ചോദിക്കും, നിങ്ങളുടെ മുഖത്ത് ചന്ദനക്കുറി എന്താ തൊടാ, ഭസ്മക്കുറി എന്താ തൊടാതെ, എന്താ തൊടാതെ? അപ്പോൾ ഈ പ്രജ്ഞാനന്ദയോട് ചോദിക്കുമ്പോൾ പ്രജ്ഞാനന്ദ എപ്പോ നോക്കിയാലും ഒരു ഭസ്മക്കുറി കാണും നെറ്റി. അപ്പൊ ഈ പ്രജ്ഞാനന്ദയോട് ചോദിച്ചു, എന്താ ഈ ഭസ്മക്കുറി? അപ്പൊ അതൊരു, ഈ കുട്ടി പറഞ്ഞെന്താ അറിയോ, എന്റെ അമ്മൂമ്മ എന്ന് പറയാൻ തമിഴില് പാട്ടി എന്ന് പറയും. എന്റെ പാട്ടി, എന്റെ അമ്മ, എന്റെ അപ്പ, അവരെല്ലാം എനിക്ക് പകർന്നു തന്ന സംസ്കാരമാണ്. ഞങ്ങളുടെ ഈ സനാതന സംസ്കൃതിയെ പറ്റി എന്റെ അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിച്ച പ്രജ്ഞാനന്ദയാണ് വേൾഡില്. ഈ ഭസ്മക്കുറി ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ കോൺസെൻട്രേഷൻ എനിക്ക് എപ്പോഴും പോയിന്റിൽ നിൽക്കും. എന്റെ മകൾ ഉൾപ്പെടെ ഞാൻ ഈ മകളെ സിന്ദൂരാരുണ വിഗ്രഹാം നയനാം മാണിക്യ മൗലീശ്വര താരാനായക ശേഖരാം സ്മിതമുഖീമാവി. അല്ലേ? എന്തുവാ 50 മന്ത്രോടെ എന്താ പറയുന്നത്? ആ സിന്ദൂരാരുണ വിഗ്രഹയായ ആ അമ്മ മഹാമായയുടെ നഖം തൊട്ട് മുടി വരെ വർണ്ണിക്കുക. അമ്മയുടെ കഴുത്തിൽ ഈ മാലയുണ്ട്, അമ്മയുടെ കയ്യിൽ ഇത്ര വളയുണ്ട്. അതായത് സർവാഭരണ വിഭൂഷിതയായാണ്. വലിയ സിന്ദൂര പൊട്ടുണ്ട്. ഇപ്പോഴുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ പൊട്ട് തൊടും, ചന്ദനം തൊടും ഇല്ല. അതായത് ഇതൊക്കെ ഇവർക്ക് എന്തോ ഒരു മോശമായ കാര്യമാണെന്നുള്ള സമയത്തിനായി പറയുന്നത്, മാറ്റേ തന്റെ സമയം പറയുന്നത്. അപ്പൊ നമ്മളൊരു പ്രഭാഷണമായിട്ടല്ല, ഒരു ചർച്ച ചെയ്യും, അങ്ങോട്ട് ചെറിയ കാര്യങ്ങൾ പറയും. അപ്പോൾ ആർക്കെങ്കിലും സമയം, എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ, സമയത്ത് ആഹാരം കഴിക്കണമെന്ന് എപ്പോൾ തോന്നുന്നു പറഞ്ഞപ്പോൾ നമ്മളൊരു പ്രഭാഷണമായിട്ടല്ല, ഒരു അവയർനെസ് മാതിരിയാണ് പറയും. അപ്പൊ ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ തമിഴ്നാട്ടിലുള്ള ആ കുഞ്ഞുങ്ങൾ ആ സനാതന ധർമ്മം എങ്ങനെ കിട്ടിയവർക്ക്? വീട്ടിൽ നിന്നല്ലേ? എനിക്കെന്താ ഈ പറയാൻ ഇത് പറഞ്ഞോണ്ടേ ഇരിക്കണം. പക്ഷെ കേൾക്കുന്നവർക്കല്ലേ ആലോചന. ഇപ്പൊ ഞാൻ പറയുമ്പോ ഞാൻ വിചാരിക്കും ഞാനെന്തൊക്കെ സംഭവം, ഞാൻ എന്തൊക്കെയാ പറയുന്നത്. അല്ല, അങ്ങനെയല്ല. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക്, അതായത് നമ്മുടെ ഭാഗവത നൈമിഷാരണ്യത്തില് അവനകാതിൽ ടീച്ചർമാർക്ക് സൂതപൗരാണികനെ പറയുന്നു. അപ്പൊ ഈ വക്താവ് എങ്ങനെയാണോ അതിലും മേളിൽ ശ്രോതാവാണെങ്കിൽ ഈ വക്താവിനുണ്ടല്ലോ അതിലും ഇൻട്രസ്റ്റ്. അതായത് ഒരാളെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നവരോട് പറയാൻ നല്ല രസം. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇന്ന് ഉറങ്ങുവാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ആട്ടം കൂടെ. നമ്മളീ പറയുന്നത്, ഞാൻ ഈ കോട്ട് ചെയ്യുന്നത് മെയിനായിട്ടും 2 കുഞ്ഞുങ്ങളെ ഉള്ളെങ്കിലും ഈ പിള്ളേർക്ക് വരും. മനസ്സിലാവും? ഇത് നമ്മുടെ വീടുകളിലും മറ്റായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ, അവരെ നമ്മുടെ ഈ ദൈവികമായ മാർഗത്തിലൂടെ അവരെ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഇന്ന് കണ്ടുവരുന്നത്, ഇന്നത്തെ അറിയാമല്ലോ ഇന്നത്തെ അവസ്ഥകൾ അല്ലെ, അവര് ഈ എന്താ പറയുക, കതിരെ കൊണ്ട് വളം വെച്ചിട്ട് പ്രയോജനം. അതായത് ഞാൻ ആ ഒരു ഇതും കൂടെ പറയണമെന്നുണ്ട്, അതും കൂടെ പറയാം. നമ്മുടെ ഈ ഈ 18 പുരാണത്തിന്റെ മനസ്സിലായോ? അങ്ങനെ 18ാമതായിട്ട് എഴുതുന്ന പുരാണമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ശ്രീമദ് ഭാഗവതം എഴുതാൻ എന്താ കാര്യം? വേദവ്യാസ ഭഗവാൻ ഇത്രയെല്ലാം കലിയുഗ മനുഷ്യർക്ക് വേണ്ടിയിട്ട് എല്ലാം എഴുതിയിട്ടു അവസാനം വ്യാസഗുരുവിൽ ശമ്യാപ്രാസത്തില് ദുഃഖിതനായിട്ടിരിക്കുകയോ വേദവ്യാസം. ഈ സമയത്താണ് നാരദരോടെ ചെന്ന് ചോദിക്കുന്നത്, വ്യാസരെ അങ്ങക്ക് എന്തൊക്കെ ദുഃഖഭാവം? അപ്പോഴാ പറയുന്നത്, ഞാനെല്ലാം കലിയുഗ മനുഷ്യർക്ക് വേണ്ടിയല്ലേ എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്തോ എന്ന് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതെന്താണ് മനസ്സിലാക്കുന്നത്? അപ്പോഴാണ് നാരദര് പറയുന്നത്, വേദവ്യാസരെ അങ്ങെല്ലാം എഴുതിയിട്ടുണ്ട്,
ഭഗവാൻ ആരാണ്? ഭഗവാൻ, ഭഗവുള്ളവൻ, ഭഗവാൻ, ഐശ്വര്യം, ശ്രീ, അല്ലെ? ഇതെല്ലാം ചേരുന്ന ആളാണ് ആ ഭഗവാൻ. ആ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നവൻ ആരോ ആ ഭഗവാൻ. ആ ഭഗവാനെ പറ്റി അങ്ങ് എവിടെ എഴുതിയിരിക്കുന്നത്? ലിംഗപുരാണം എഴുതി, ശിവപുരാണം എഴുതി, മാർക്കണ്ഡേയ പുരാണം എഴുതി. മാർക്കണ്ഡേയ പുരാണത്തിലല്ലേ ഈ ത്രിപുര സുന്ദരിയെ പറ്റിയൊക്കെ പറയും. ഇതെല്ലാം എഴുതി. പക്ഷേ ആ ഭഗവാനെ പറ്റി അങ്ങ് എവിടെയാണ് എഴുതിയത് എന്നൊരു, അതായത് മഹാഭാരതം രചിച്ചു, മഹാഭാരതത്തിന്റെ പകുതിയാവുമ്പോഴാണ് കൃഷ്ണൻ വരുന്നത്. എങ്ങനെ? ദൂതനായിട്ട്, പേര് തെളിക്കാനായിട്ട്. അല്ലാതെ കൃഷ്ണന്റെ ഒരു കഥ അവിടെ ഇല്ല. അപ്പോഴാണ് ഈ നാരദന് പറയും, എനിക്ക് എന്റെ അച്ഛൻ പണ്ട് ഞാൻ നാഭിയിൽ നിന്നും ആ കമലത്തിൽ ജനിക്കുമ്പോൾ എനിക്കൊന്നും അറിയാൻ വയ്യായിരുന്നു. ഞാൻ ആ പാലാഴിയുടെ നടുവിൽ ഇങ്ങനെ ഒന്നും അറിയാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണം? പ്രളയത്തിന്റെ നടുവിൽ ഒരേ ഒരാള്, ഞാൻ ഭയന്നുപോയി. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്തരീക്ഷത്തിൽ നിന്നും ഒരു അശരീരി വരുന്നു. തപസ് ചെയ്യും. അങ്ങനെ 1000 ആണ്ട് കാലം ഞാൻ തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തപ്പോൾ ആ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ആ താമരത്തണ്ടിലൂടെ ഉള്ളിലോട്ട് പോയി. താമരത്തണ്ട് മുറിച്ച് നോക്കും. എത്ര സുഷിരമുണ്ട്? 4 സുഷിരമുണ്ട്. ഈ ബ്രഹ്മാവിന്റെ 4 തല ആ ആദിനാരായണന്റെ ഉള്ളിലോട്ട് പോയി. ആ ആദിനാരായണൻ ചതുർശ്ലോകി ഭാഗവതം അവിടെ പ്രതീക്ഷിച്ചു. എന്താ ചതുർശ്ലോകി ഭാഗവതം? 4 ശ്ലോകത്തിലൂടെയാ പറഞ്ഞത്. അതായത് ആ ചതുർശ്ലോകി ഭാഗവതത്തിന് നാരദ ഋഷീശ്വരൻ ആർക്ക് പറഞ്ഞു കൊടുക്കും? വ്യാസനെ ഇതാണ് ചതുർശ്ലോകി ഭാഗവതം. അങ്ങ് ഇതിനെ വിപുലീകരിച്ച് ഒരു മഹാപുരാണം രചിച്ചുകൊണ്ടു. അങ്ങനെ വേദവ്യാസൻ 18,000 ഗ്രന്ഥ ശ്ലോകങ്ങളിലൂടെ 335 അധ്യായത്തിലൂടെ 12 സ്കന്ധങ്ങളിലൂടെ എന്ത് രചിച്ചു? ഭാഗവതം. അതാണ് ശ്രീമദ് ഭാഗവതം. നമ്മൾ സപ്താഹത്തൊക്കെ ചെയ്യുന്ന ഭാഗവതം. അങ്ങനെ അതേപോലെ ഭാഗവതം നമ്മള് ഇപ്പം മറ്റുള്ളവരോട് മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യം, നമ്മൾ നമ്മുടെ കാര്യം പറയും. മക്കളെ, ഭാഗവതം എന്താണെന്ന് പറയുന്നത് ആർക്കെങ്കിലും? നമ്മൾ പറയുന്ന ഓരോ വാക്കിനും വ്യാഖ്യാനങ്ങൾ. ഭഗാരോ ഭക്തിമാർഗച്ച, ഗകാരോ ഗർവവർജിത, വകാരോ വാക്യവിജ്ഞാന, തകാരോ തത്വശിക്ഷ. അതായത് ആദ്യം എന്ത് വേണം? ഭഗാരോ, നമ്മുടെ ഭക്തിയെ ഉയർത്തുക. കലികാലത്തിന്റെ പ്രത്യേകത എന്താ? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ക്ഷയം സംഭവിച്ചു. ഇപ്പോൾ ഭക്തി മാത്രമേ ഇച്ചിരി ഒന്ന് ഭക്തി ദേവി ആ മഹാത്മ്യം പറയുമ്പോൾ ഈ കഥ വേണം പറയാൻ. ഭക്തി ദേവിയുടെ കഥയുണ്ട് ഇതിനകത്ത്. ഭക്തി ജ്ഞാന വൈരാഗ്യം, ഭക്തി മാത്രമേ നമുക്കിപ്പോഴുള്ളൂ. ഭഗവാനെ എനിക്കത് തന്നാൽ ഞാൻ നിൽക്കുന്നില്ല, കോൺട്രാക്ട് ടൈമില്ല. അതല്ല ഭക്തി. ഭഗവാന്റെ മുൻപിൽ കള്ളനും എല്ലാരും ഭഗവാന്റെ പ്രജകളാ എല്ലാവരും. മനസ്സിലാകും? നമ്മൾ പറയും പരീക്ഷയ്ക്ക് ഭഗവാനെ പേന പൂജിച്ചിട്ട് ഭഗവാനെ എന്നെ ജയിപ്പിച്ചേക്കാൻ പറ്റുമോ? താൻ വാദി നമ്മൾ പഠിക്കണം. അവിടെ എഴുതാനിരിക്കുമ്പോൾ ഭഗവാൻ നമുക്കൊരു ബുദ്ധിയെ ഉണർത്തി. അത്രേ ഉള്ളൂ. ഞാനൊന്നും പഠിക്കാൻ കടന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഭഗവാനെ ഞാൻ അവിടെ ഇപ്പം പൂജയും ചെയ്തിട്ട് എഴുതിയല്ലേ എന്താ ചെയ്യാൻ ചോദിച്ചിട്ട് കാര്യം? താൻ വാദി ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗാരോ ഭക്തിമാർഗച്ഛ, ആ ഭക്തിയെ ഉണർത്തു. ഗകാരോ ഗർവവർജിത. എന്താ ഗർവം? ഞാനെന്നും എനിക്കെന്നും എന്റേതെന്നുമുള്ള എന്റെ ആ ഭാവം. ഞാൻ ഈ ലോകത്തിൽ എന്തെങ്കിലും ആണോ? പറയത്തില്ലേ? രാമായണം വായിക്കുമ്പോൾ എന്താ പറയുന്നത്? ചക്ഷുശ്രവണകളസ്തമാന്തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കും പോലെ കാലാഹീന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ നേടുന്നു. അല്ലെ? ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്. യൗവനവും ഇക്കാലത്ത് യൗവനമായിട്ട് നമ്മൾ സുന്ദരിമാരായിട്ടൊക്കെ ജീവിച്ചു. അല്ലേ? കുറെ കാലം കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ ജര വന്നു, നര വന്നു. അല്ലേ? നമ്മുടെ ഭാവങ്ങളങ്ങ് മാറി. അപ്പൊ എന്താ പറയുക? വന്യസന്തപ്ത ലോകസ്ഥാമ്പു ബിന്ദുന
സന്നിപം ക്ഷണഭംഗുരം മർത്യജൻ. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? കൊല്ലന്മാരൻ, ഈ കൊല്ലപ്പണിക്കരെ കണ്ടിട്ടില്ലേ? അവരൊരു ഇരുമ്പിനെ ആ ചൂള വെച്ചിട്ട് ഇതിട്ട് അങ്ങോട്ട് ആ ചുമപ്പ് കളറിൽ റെഡിഷ് കളറിലാകുന്ന ഇരുമ്പിനെ പഴുത്തിരിക്കുക, ടെമ്പറേച്ചർ കൂടി. അതിലോട്ട് ഒരു കൈക്കുമ്പിളിൽ ഒരു ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ ഈ വെള്ളത്തിന് എന്തവസ്ഥയാണ് വരുന്നത്? ഒരു സ്വരം പോയില്ലേ? ഇതാണ് മനുഷ്യൻ. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. എന്തുവാ ഇതൊക്കെ? സാഹിത്യം കൊണ്ടുവന്നാണ്. അതിനകത്ത് ചക്ഷുശ്രവണൻ ആരാ? നമുക്ക് കണ്ടില്ലേ, കാണാൻ കേൾക്കാനോ. പക്ഷേ ഈ ഉരകങ്ങൾക്ക് ഈ സാധനമുണ്ട്. ചക്ഷുസ് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് ആര് കേൾക്കുന്നു അവൻ ചക്ഷുശ്രവണൻ. ആ ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞ പാമ്പ്. ഈ പാമ്പിന്റെ വായിൽ ഒരു തവള. അങ്ങനെ പാമ്പിന്റെ ആഹാരമാണ് എന്ത്? തവള. അപ്പൊ ഈ പാമ്പിന്റെ വായിക്കാതിരിക്കുന്ന തവളയെ ഈ പാമ്പ് ഒന്ന് വായടച്ചാൽ തവള എവിടെ പോകും? കഴിഞ്ഞു. പക്ഷേ ആ പാമ്പിന്റെ ആഹാരമായി പാമ്പിന്റെ വായിലിരിക്കുന്ന തവളയുടെ മുമ്പിൽ കൂടെ ഈ തവളയുടെ ആഹാരമാകുന്ന ചെറിയൊരു ജീവി അങ്ങോട്ട് പറന്നു പോയപ്പം ഈ തവള എന്തായിരിക്കുന്നത്? അതിനെ പിടിക്കാൻ പോകും. ആ അവസ്ഥയാണ് ആരുടെ? നമ്മുടെ. മനസ്സിലാവുന്നു? അപ്പൊ അത്രയേ ഉള്ളൂ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ക്ഷണഭംഗുരം മർത്യജന്മം. ഒരു സെക്കൻഡിൽ, ഒരു ഞൊടിക്കുള്ള ഈ അകത്തോട്ട് എടുക്കുന്ന ശ്വാസം അല്ലേ? അതിനെന്താ പറയുക? ശിവം, മംഗളം, ശിവം. ഞാൻ ശ്വാസം അകത്തോട്ട് എടുത്തു, അതോട് പോയി. എന്റെ പേരെന്തുവാ? ശിവം. ഇത് പുറത്തോട്ട് വന്നില്ല. അതിന്റെ പേരെന്തുവാ? വള്ളി പോയി. വള്ളി പോയി. എന്തുവാ? മനസ്സിലായോ? ശ്വാസം എടുത്തു, ആ ശ്വാസം പുറത്തോട്ട് വന്നില്ലേ നമ്മളെല്ലാം ഇത്രേ ഉള്ളൂ എന്റെ കാര്യം. അപ്പൊ ഞാനൊന്നും എന്റേതൊന്നും എനിക്കെന്നുമുള്ള എന്റെ ഈ ഭാവത്തെ എവിടെ പാടില്ലെന്ന് ആര് പറഞ്ഞു തന്നു? ഗകാരോ. എന്റെ ഗർഭത്തെയൊക്കെ വർജിക്കണം. വകാരോ ഭക്തി മാർഗച്ച ഗകാരോ ഗർഭവർജിത വകാരോ. അതെന്താ? വാക്യവിജ്ഞാന. ആ ഭാഗവതമാകുന്ന നിഗമകൽപതരോർഗളിതംബരം ചുഗമുഖാദം അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹൂരകോ രസികാ ഭൂമി ഭാവുക. ആര് പറഞ്ഞതാ? ശുഗബ്രഹ്മർഷിയോട് പറയുക, ആ ശുഗമുഖത്തിൽ നിന്നും വരുന്ന ആ ഭാഗവതമാകുന്ന അമൃതത്തെ മാനലോകരിൽ നിങ്ങളെല്ലാം ആവോളം പാനം ചെയ്തുകൊള്ളൂ, കുടിച്ചുകൊള്ളൂ. അത് ആ പഴം നിങ്ങൾ കുടിച്ചോളൂ. പഴത്തെ കുടിക്കാൻ പറ്റും, ജ്യൂസാണ് അല്ലേ? പക്ഷേ എന്തുകൊണ്ടാ? ഏതൊരു പഴമാണെങ്കിലും അതിൽ കളയാൻ എന്തെങ്കിലും വാഴപ്പഴം കഴിച്ചാൽ തൊലി കളയണം, മുന്തിരിങ്ങ കഴിച്ചാൽ തൊലി കളയണം, ഓറഞ്ച് കഴിച്ചാൽ തൊലി കളയണം. പക്ഷെ ഈ ഭാഗവതമാകുന്ന അമൃതത്തില് നിങ്ങളെല്ലാം കോരി 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 കുടിക്കൂ. അതിനകത്ത് കളയാനൊന്നുമില്ല. പറഞ്ഞു വരുന്നത് അങ്ങനെ ഗകാരോ ഗർഭവർജിത വകാരോ. അതിലുള്ള ജ്ഞാനങ്ങളെയും ജ്ഞാനങ്ങളും വിജ്ഞാനങ്ങളും അല്ലേ? നിങ്ങൾ പഠിക്കുന്നതെല്ലാം എന്താ? നിങ്ങൾ പഠിപ്പിക്കുന്നതോ ജ്ഞാനങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് എക്സാം എഴുതണം, 100 മാർക്ക് മേടിക്കണം, അടുത്ത പാട്ട് 5 മാർക്ക് പോകണം, അടുത്ത പോയി അല്ലേ? പക്ഷേ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗത്ത് നമ്മുടെ സംസ്കാരത്തെയാണ് വിജ്ഞാനം. മുതിർന്നവരെ കണ്ട മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ അല്ലേ? ഇങ്ങനെ ഈ അകാരോ വാക്യം. പിന്നെ അവസാനം കഥാരോ തത്വദർശനം, അതായത് എല്ലാം തുല്യമായി കാണാൻ പറ്റും. ഇതാണ് ഭാഗവതത്തിന്റെ അർത്ഥം. ഇനി ഒരു കാര്യങ്ങൾ പറയുന്നത് അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അമ്മമാര് കേൾക്കണം. ഇനി വരാൻ അമ്മയാകാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ് കേൾക്കേണ്ടത്. 13 വയസ്സ് തൊട്ട് കല്യാണം കഴിക്കാൻ വരെ പോകുന്ന കുഞ്ഞുങ്ങൾ